കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ മരണത്തിൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തു. വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ കുണ്ടറ പോലീസിന്റേതാണ് നടപടി. വിവാഹത്തിന് സ്ത്രീധനം വാങ്ങിയതിന് സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. വിഭഞ്ചികയുടെ മരണത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടുള്ള അമ്മയുടെ പരാതിയിൽ വീട്ടിലെത്തി മൊഴിയെടുത്തതിന് പിന്നാലെയാണ് കുണ്ടറ പോലീസ് കേസെടുത്തത്. മരണത്തിന് മുൻപ് വിഭഞ്ചിക സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും എഴുത്തുകളും ഡിജിറ്റൽ തെളിവുകളായി ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും വിവാഹത്തിന് സ്ത്രീധനം വാങ്ങിയതിന് സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്തത്. ഭർത്താവ് നിതീഷാണ് ഒന്നാം പ്രതി. സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവർ 2ഉം 3ഉം പ്രതികളാണ്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അതിനിടെ വിഭഞ്ചിക ഫേസ്ബുക്കിലിട്ട കുറിപ്പ് മരണത്തിന് ശേഷം അപ്രത്യക്ഷമായതിനെക്കുറിച്ച് സൈബർ സെൽ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. സൈബർ സെല്ല് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങൾ വേണം. മരണശേഷം 2 ദിവസത്തിന് ശേഷമാണ് ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് കാണുന്നത്. അപ്പോഴാണ് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത്. വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. തുടർന്ന് മൃതദേഹം ഷാർജ പോലീസ് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുട്ടിയുടെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് വിഭഞ്ചികയുടെ ഭർത്താവിന്റെ നിലപാട്. 2 മൃതദേഹവും നാട്ടിലെത്തിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിഭഞ്ചികയുടെ കുടുംബം. റിപ്പോർട്ടർ, കൊല്ലം.